ഹെൽത്തി ഗോതമ്പ് ദോശ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. അതായത് 1/4 കപ്പിൻ്റെ 3 കപ്പ് എടുത്തിരിക്കുകയാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ഒന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ ദോശയ്ക്ക് കലക്കുന്ന പോലെ തന്നെ കട്ട കെട്ടാതെ ഇതേപോലെ കലക്കിയെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ 2 പച്ചമുളക് എരിവിന് ആവശ്യമായിട്ടുള്ളത് ചേർത്തിട്ടുണ്ട്. പിന്നെ ചെറിയുള്ളിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു പിടിയും മുരിങ്ങയില ചേർത്തിട്ടുണ്ട്. ചെറിയുള്ളി തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണേ. സബോള ചേർക്കുന്നതിനേക്കാളും വളരെ ടേസ്റ്റിയാണ് ചെറിയുള്ളി ഈ ഗോതമ്പ് ദോശയിൽ ചേർക്കുന്നത്. ഇത് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണം. അതിനുശേഷം നമ്മൾ സാധാരണ ദോശ ചുടുന്ന പോലെ തന്നെ ചുട്ടെടുക്കാം. കുറച്ച് കട്ടിയിൽ പരത്തേണ്ടി വരും. വളരെ നൈസായിട്ട് പരത്താതെ ഇത്തിരി കട്ടിയിൽ പരത്താം. അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യും കൂടെ തൂവി കൊടുക്കാം. വളരെ ഹെൽത്തിയാണ്. ഈ മുരിങ്ങയിലയ്ക്ക് പകരം ചീരയോ അല്ലെങ്കിൽ പാലക്ക് അങ്ങനെ ഏത് ഇലവർഗ്ഗവും അതിലേക്ക് ചേർക്കാവുന്നതാണ്. ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ മറിച്ചിട്ട് അടുത്ത ഭാഗം കൂടെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പ് മുരിങ്ങയില ദോശ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കത്. ചട്നി ഇല്ലാതെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്.